99% ജയിച്ച മത്സരമാണ് രാജസ്ഥാൻ ഇന്ന് കളഞ്ഞു കുളിച്ചത്. ലാസ്റ്റ് ഓവറിൽ ആവേശ് ഖാൻ മോശം ബൗളിംഗാണ് പുറത്തെടുത്തത്. താരത്തിന് നല്ല രീതിയിൽ അടി കിട്ടുന്നുണ്ടായിരുന്നു. ട്രെൻഡ് ബോൾട്ട് 2 ഓവറിൽ 8 റൺസ് മാത്രമേ വിട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. എന്നിട്ട് സഞ്ജു ബോൾട്ടിനെ ഓവർ കൊടുക്കാതെ ആവേശ് ഖാന് പന്ത് കൊടുത്തു. എന്നാൽ ആവേശ് ഖാൻ ലാസ്റ്റ് ഓവറിൽ ഗുജറാത്തിന് കളി ജയിപ്പിച്ചു കൊടുത്തു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഇന്ന് കളി തോറ്റ ശേഷം സഞ്ജു പറഞ്ഞ കാര്യമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇന്ന് കളി തോറ്റ ശേഷം സഞ്ജു പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: ഞങ്ങൾ കളി ജയിച്ചുവെന്ന് ഉറപ്പിച്ചതായിരുന്നു. എന്നാൽ ലാസ്റ്റത്തെ 2 ഓവറാണ് ഞങ്ങൾക്ക് പണിയായത്. ലാസ്റ്റ് ഓവറിൽ ആവേശ് ഖാൻ കളി തിരിച്ചു പിടിക്കുമെന്ന് എനിക്ക് തോന്നി. എന്നാൽ അവൻ മോശം പ്രകടനമാണ് പുറത്തെടുത്തത്. അനാവശ്യമായി ഫുൾ ടോസ് എല്ലാം ആവേശ് ഖാൻ എറിയുന്നുണ്ടായിരുന്നു. അതുപോലെ ഇന്ന് ഒരുപാട് എക്സ്ട്രാസും വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഒരുപാട് തെറ്റുകൾ ഇന്ന് സംഭവിച്ചു. ബോൾട്ട് ഉണ്ടായിട്ടും ആവേശ് ഖാനെയാണ് ഞാൻ ബൗൾ ചെയ്യാൻ ഏൽപ്പിച്ചത്. അവൻ കളി ജയിപ്പിക്കുമെന്ന് എനിക്ക് തോന്നി. എന്നാൽ ആവേശ് ഖാൻ ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ കരുതിയില്ല. കുറച്ചും കൂടി ശ്രദ്ധിച്ച് ബൗൾ ചെയ്യേണ്ടതായിരുന്നു. എന്നാൽ അവന് സമ്മർദ്ദം രൂപപ്പെട്ടു എന്നാണ് അവൻ പറഞ്ഞത്. ലാസ്റ്റ് ഓവർ അറിയുമ്പോൾ ആർക്കായാലും സമ്മർദ്ദം വരും. കളി ഞങ്ങൾ തോറ്റതിൽ വിഷമമുണ്ടെന്നും വരുന്ന മാച്ചിൽ തെറ്റുകൾ തിരുത്തി മികച്ച രീതിയിൽ തിരിച്ചു വരുമെന്ന് രാജസ്ഥാൻ വ്യക്തമാക്കി. ഈ IPLലെ ആദ്യ തോൽവിയാണ് രാജസ്ഥാൻ ഇപ്പോൾ ഏറ്റുവാങ്ങിയിരിക്കുന്നത്. ജയിച്ച മത്സരമാണ് രാജസ്ഥാൻ കൊണ്ടുപോയി കളഞ്ഞത്. ലാസ്റ്റ് ഓവറിലെങ്കിലും കളി തിരിച്ചു പിടിക്കുമെന്ന് എല്ലാവരും കരുതി. എന്നാൽ അത് ആവേശ് ഖാൻ കുളമാക്കി. ബോൾട്ടിനെ പോലെ മികച്ച താരങ്ങളുണ്ടായിട്ടും സഞ്ജു എന്തുകൊണ്ടാണ് ആവേശ് ഖാനെ ബൗൾ കൊടുത്തതെന്ന് വ്യക്തമല്ല. ചഹലിനും അശ്വിനും വയറു നിറച്ചെന്ന് അടികിട്ടി. ഫാസ്റ്റ് ബൗളേഴ്സ് ഇല്ലാത്തത് തിരിച്ചടിയായിരുന്നു. കളി ജയിച്ചെന്ന് ഗുജറാത്തിനെ വിശ്വസിക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. അത്രയ്ക്കും മികച്ച രീതിയിൽ രാജസ്ഥാൻ കളി തിരിച്ചു പിടിച്ചതായിരുന്നു. എന്നാൽ അവസാനം കൊണ്ടുപോയി കളഞ്ഞു. അപ്പോൾ ഇന്ന് രാജസ്ഥാൻ കളി തോൽക്കാനുണ്ടായ കാരണങ്ങൾ എന്തൊക്കെയാണ്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.